ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ റൂട്ട് സ്റ്റോറി. റൂട്ട് സ്റ്റോറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മോസിനാണ്. ഇന്ന് നമ്മൾ ഓർക്കിഡ്സ് ഇതുപോലൊരു മുളയുടെ വുഡിൽ മൗണ്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെൻഡ്രോബിയ ഓർക്കിഡ്സിൽ മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ. മൗണ്ട് ഈ വുഡിൽ സെറ്റ് ചെയ്ത് കാണാനും ഭയങ്കര യൂണിക് ലുക്കായിരിക്കും, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ഗാർഡനിലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഞാൻ ഇതുപോലെ വുഡ് മൗണ്ട് ചെയ്ത് വളർത്തുന്നുണ്ട്. അപ്പോൾ അതും കൊണ്ടൊക്കെ നിങ്ങളെ അതിനൊന്നും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൺലൈനായിട്ട് ഓർക്കിഡ് പ്ലാന്റ്സ് വേണോ, കിടലിന് അടിപൊളി ഫ്ലവറുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ സ്റ്റോക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് പ്ലാന്റ്സ് ഫ്ലവർ ഉള്ളതുകൊണ്ട് വേണ്ടവർക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് വീട്ടിലേക്ക് ഈ വുഡിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഓർക്കിഡ് പ്ലാന്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ വുഡിൽ മൗണ്ട് ചെയ്യാൻ പറ്റിയ ആ ഒരു പാകത്തിനുള്ള ഒരു ഓർക്കിഡ് പ്ലാന്റ് നമുക്ക് നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്ന് ഞാനിപ്പോൾ എടുക്കുന്നത് ഇതാണ് കിങ് കോബ്ര വരാവൻ എന്ന് പറയുന്ന വെറൈറ്റി. വളരെ ഭംഗിയാണ്, വളരെ ക്യൂട്ടാണ്. പ്ലാന്റ് സൈസ് ഇത്രയും ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഫ്ലവർ വരെയും ചെയ്യും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ എഴുപതേ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ കാണിച്ച കണക്കത്തെ ആ ഒരു കിങ് കോബ്ര വെറൈറ്റി എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ വുഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇങ്ങനെ മൗണ്ട് ചെയ്ത് കിടന്നാൽ വളരെ ഭംഗിയായിരിക്കും കാണാൻ, നല്ല രീതിയിൽ ഫ്ലവർ. പിന്നെ കുറച്ച് റോപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കമ്പി, നൂൽ കമ്പി ആട്ടോ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പോട്ടിൽ നിന്ന് പ്ലാന്റ് റിമൂവ് ചെയ്തെടുക്കാം. ആൾറെഡി ഞാൻ വുഡ് മൗണ്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ചെറിയതായിട്ട് ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി വുഡ് മൗണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് പതുക്കെ പ്ലാന്റ് പോട്ടിൽ നിന്ന് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പ്ലാന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഇളകി വരും. കണ്ടില്ലേ, നല്ല ഹെൽത്തി, നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് സെയിലിൽ. വേണ്ടവർക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ അധികം കരിയൊന്നും റിമൂവ് ചെയ്യുന്നില്ല. അതിൽ നിന്നൊരു കുഞ്ഞ് സീഡ്ലിംഗ് പ്ലാന്റ് കണ്ടില്ലേ, ഇളകി വന്നു. നമുക്ക് ഇതിനൊരു ചെറിയൊരു പോട്ടിൽ പ്ലാന്റ് ചെയ്യാം. അതിനൊരു കുഞ്ഞ് ബേബി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു പോട്ടിൽ കുറച്ച് മോസാണ്, മാഗ്നം മോസ് എന്ന് പറയുന്ന മോസാണ് ഇത്. അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് അതിന് ചുറ്റിനും മോസ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. കുറച്ച് മോസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പ്ലാന്റ് നല്ല രീതിക്ക് വളർന്നു വരും കേട്ടോ. ബേബി പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റിങ് കൂടുതൽ മോസ് തന്നെ. പ്ലാന്റിനെ നമ്മൾ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തു. ജസ്റ്റ് ആ വുഡ് നമുക്ക് എടുക്കാം. ആ വുഡിൽ ഈ ഒരു പോർഷൻ, ഇത് മുളയുടെ വുഡാട്ടോ, കണ്ടില്ലേ, വലിയ മുളം തടിയുടെ വുഡാണ്. അതിൽ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം പ്ലാന്റ്. ഒരുപാട് കരിയൊന്നും ഞാൻ റിമൂവ് ചെയ്യുന്നില്ല, അതുൾപ്പെടെ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് പ്ലാന്റിന്. ദെൻ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഒരു റോപ്പ് വെച്ച് കെട്ടി കൊടുക്കാം. പ്ലാന്റ് ഞാൻ നല്ല രീതിയിൽ ഫിക്സ് ആവുന്ന രീതിയിൽ മറ്റേ ആ റോപ്പ് കൊണ്ട് കെട്ടിക്കൊടുത്ത്, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ അതിൽ ഫിക്സ് ആയിരിക്കുന്നുണ്ട്. ആ റൂട്ട് പിടിച്ച് നല്ല സെറ്റായി വന്നോളാം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലത്തെ കുറച്ച് കരി കഷ്ണം ഇട്ട് കൊടുക്കാം. കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ടല്ലേ, ഇട്ട് കൊടുത്ത് സെറ്റായി. പ്ലാന്റ് ഇപ്പോൾ നല്ല കാണാൻ നല്ല ലുക്കായി. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് വുഡ് മൗണ്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്ക് കാണാൻ തന്നെ എന്താ ഒരു നാച്ചുറൽ ലുക്ക് തന്നെ നമ്മുടെ പ്ലാന്റ്സിനുണ്ട്. കണ്ടില്ലേ, നല്ല രസമല്ലേ. രണ്ട് സ്പൈക്ക് ഫ്ലവറും കൂടെ ആയതുകൊണ്ട് കാണാൻ വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ വുഡ് മൗണ്ട് ചെയ്ത കുറച്ച് പ്ലാന്റ്സും കൂടെ നിങ്ങൾക്ക് അതുപോലെ വുഡിൽ മൗണ്ട് ചെയ്തേക്കുന്ന പ്ലാന്റ്സ് ആണ്. എന്ത് ഹെൽത്തി ആയിട്ടാണ് നോക്കിയാണ് പ്ലാന്റ് നിൽക്കുന്നത് തന്നെ കാണാൻ. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും ഒക്കെ വുഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അതുപോലെ ഇത് ഡാൻസിങ് കാൽ ഓർക്കിഡാട്ടോ, എന്താ ഭംഗിയിൽ നോക്കിക്ക് ഫ്ലവർ അല്ല പ്ലാന്റ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വുഡിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് ആയി വരും. എനിക്കിങ്ങനെ വുഡ് മൗണ്ട് ചെയ്യുന്ന പ്ലാന്റ്സ് വളരെ ഇഷ്ടമാണ്. ഇങ്ങനെ ചെയ്ത് കിടക്കുന്നത് തന്നെ കാണാൻ വളരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.